ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ നേരത്തെ 8 മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ എല്ലാ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആവാനുള്ള ഒരു ടിപ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. സ്കൂൾ തുറക്കലും മഴക്കാലം വരലും എല്ലാം ഒരുമിച്ചാണ് അല്ലേ. അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് നമ്മുടെ കുട എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് കുട വാങ്ങിച്ചതിൻ്റെ ഒരു കുറച്ച് ക്ലിപ്പും കൂടെ ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ ഓൺലൈനിലല്ല, ഇത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ ഈ കുട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതായത് റിലേറ്റീവ്സാണ്. അപ്പോൾ അവർ കുടയുടെ ബിസിനസ് തുടങ്ങിയിട്ട് 2-3 വർഷമായി. അപ്പോൾ അവർ നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള കുടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ വർഷം നമ്മൾ ഒരു കുട വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും ആ ഒരു കുടയൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് ഞാൻ. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല, നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഇത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ബിസിനസ് ആയതുകൊണ്ട് നമ്മളുടെ ആ വീഡിയോയിൽ കൂടെ ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഒരു നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. ഈ ഒരു വ്യക്തികൾ 2 പേരും കുറച്ച് അത്യാവശ്യം യൂട്യൂബിലൊക്കെ ഇത്തിരി വൈറലായിട്ടുള്ള കുറച്ച് അറിയപ്പെടുന്ന കപ്പിളാണ് കേട്ടോ. പുള്ളിക്കാരൻ കുറച്ച് വയ്യാത്ത ആളാണ്, അതായത് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി അവിടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റണ രീതിയിൽ അവർ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. എന്താണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കട്ടി കൂടുതലാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു കമ്പികളൊക്കെ ഉണ്ടല്ലോ, അതിന് കുറച്ച് കട്ടി കൂടുതലാണ്. പിന്നെ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് പലതരത്തിൽ കളറിലും പ്രിൻറ്റഡിലും അവൈലബിൾ ആണ് കേട്ടോ. നല്ല സൂപ്പർ കളക്ഷനാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇതാണ് ഇഷ്ടമായത്. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല എന്താണ് ലൈൻസ് ആയിട്ടുള്ള കുടയാണ് നമ്മൾ വാങ്ങിച്ചത്. പ്രിൻറ്റഡ് ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ നമുക്ക്. അതായത് 3 ഫോൾഡ്, ഓരോ തരത്തിലും വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ചാർജൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വാങ്ങിച്ച കുട വന്നിട്ട് 3 ഫോൾഡാണ് കേട്ടോ. അപ്പോൾ അതിന് വന്നിട്ട് 430 രൂപയാണ് കുടയുടെ വില. പിന്നെ അഡീഷണലായിട്ട് കൊറിയർ ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ എവിടെ വേണമെങ്കിലും ഒരു കൊറിയർ അയച്ചു തരും. അപ്പോൾ നമുക്ക് കൊറിയർ ചാർജും ഇതും കൂടെ ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള പിടിയും കാര്യങ്ങളും, ഒരു ഫ്ലവറിൻ്റെ പിടി. പിന്നെ ഇതിൻ്റെ കമ്പികൾക്കാണ് കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാനും. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി, പിള്ളേർക്കും നല്ല ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ചാരുവിൻ്റെ സന്തോഷം കണ്ടില്ലേ, കുട കിട്ടിയതിൻ്റെ സന്തോഷം. അപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടുകളിൽ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിവിടെ നമ്പർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുട തന്നിട്ടുള്ള ആൾ. അപ്പോൾ ഇവിടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്, പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഏത് കളറിൽ വേണം, ഏത് ഡിസൈൻ വേണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോസ് അതിൽ ഉൾപ്പെടുത്തിയത്. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ആയിക്കോട്ടെ അവർക്കത്. അപ്പോൾ നമ്മുടെ കുടയുടെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ വൈകുന്നേരം സ്പെഷ്യൽ ഇന്ന് ഏട്ടൻ പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടയും ബീഫും കുറേ ആയി കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോസ് അങ്ങനെ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ കുട്ടികളൊക്കെ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്കൂളൊക്കെ. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാവർക്കും വീടുകളിൽ രാവിലെ എണീച്ചാൽ അമ്മമാർക്ക് ഒരേ തിരക്കാണ് അല്ലേ. ആ തിരക്കൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് കുറച്ച് ടിപ്സുകൾ കേട്ടോ, കുറച്ച് ടിപ്സുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു ടെൻഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ തലേ ദിവസം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നമുക്ക് അടുക്കളയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ അവിടെ കുറച്ച് ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, ഇതെല്ലാം ഒന്ന് നന്നാക്കി വെച്ചതാണ് കേട്ടോ. രാവിലെ എണീറ്റ് വെച്ചാൽ ഇത് നന്നാക്കാൻ തന്നെ കുറച്ച് സമയം അങ്ങോട്ട് പോവും.
അപ്പോൾ നമ്മൾ ഇതുപോലെ തലേ ദിവസം നമ്മൾ സമയം കിട്ടുന്ന നേരത്ത്, അതായത് നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ, ആ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ അടുക്കളയിലേക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് ഇതുപോലെ ചെറിയ ചെറിയ പണികളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റാ വെച്ചാൽ അത്ര ടെൻഷനില്ല. എന്തായാലും രാവിലെ നമുക്ക് ഇതെല്ലാം നമുക്ക് അടുക്കളയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഞാനിതാ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പച്ചമുളക്, ഇഞ്ചി ഒക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളക്, ഇഞ്ചിയും ഇവിടെ സ്റ്റോക്കില്ല. അപ്പോൾ ഉള്ളതൊക്കെ ഞാനിതാ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് കുറച്ച് പാടില്ലേ വെളുത്തുള്ളിയൊക്കെ തൊലിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കറിവേപ്പില, നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ, വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ കറിവേപ്പില ഒടിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ തലപ്പ് ഭാഗമായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അടുത്തത് പെട്ടെന്ന് തന്നെ കിളിർത്ത് വരും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോതായിട്ട് ഒടിക്കുന്ന സമയത്ത് കിളിർക്കാനായിട്ട് പാടാണ് കേട്ടോ, അങ്ങനെ മുരടിച്ച് പോകും നമ്മുടെ ചെടി. അപ്പോൾ നമ്മളെപ്പോഴും കറിവേപ്പില പൊട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ തലപ്പോടെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. അങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ 2-3 തലകളായിട്ട് കിളിർത്ത് വരും കേട്ടോ. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറിവേപ്പിലയ്ക്ക് നന്നായിട്ട് കറിവേപ്പില ഉണ്ടാവാനായിട്ട് സഹായിക്കും, അങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ എന്തായാലും അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ അതെന്തായാലും ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് എന്താണ് കടല, അതായത് നിലക്കടല ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പെട്ടിയിലാക്കി വയ്ക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെയൊക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ബോക്സിലൊക്കെ എന്തെങ്കിലും ആക്കി വയ്ക്കാനുണ്ടെങ്കിൽ പയറോ കടല അല്ലെങ്കിൽ എണ്ണ, ഓയിലുകളൊക്കെ നമ്മൾ രാവിലെ എണീറ്റിട്ട് എണ്ണയൊക്കെ തപ്പുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഓയിലൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ തലേ ദിവസം തന്നെ ഒക്കെ ഒഴിച്ച് റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് ആ ഒരു പണിയൊക്കെ ഒന്ന് സിമ്പിളായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ചിരവി വെക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസത്തേക്കുള്ള കറിക്ക് വേണ്ട തേങ്ങകളൊക്കെ ഒന്ന് ചിരവി വയ്ക്കുക. കറിക്ക്, ഉപ്പേരിക്ക്, അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ വേണമല്ലോ നമുക്ക് തേങ്ങ ഇടാണ്ട് നമ്മുടെ മലയാളികൾക്കൊരു കറിയില്ല. ഏതെങ്കിലും ഒരു കറിയിൽ ഇങ്ങനെ തേങ്ങ ഇടാണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്തായാലും തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ മുതൽ ചിട്ടിക്കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അവൾക്ക് ചോറ് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാണ്. അപ്പോൾ നാളെ അവൾക്ക് എന്താണ്, അതായത് ടൊമാറ്റോ റൈസ് അങ്ങനെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള കുറച്ച് സവാളയും ക്യാരറ്റ്, തക്കാളി, വെളുത്തുള്ളി അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ. അത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, നാളേക്ക് വേഗം എടുക്കാമല്ലോ. പിന്നെ നാളെ കടലക്കറിയും പുട്ടുമാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കടലക്കറിയും പുട്ടും ഉണ്ടാക്കാനുള്ള കടലയൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചു. തലേ ദിവസം തന്നെ ഇട്ട് വെച്ചാൽ രാവിലെ എണീക്കുമ്പോഴേക്കും കുതിർന്ന് കിട്ടും. അപ്പോൾ മിക്കവാറും നമുക്ക് മറന്നു പോകാറുണ്ട്, ഇതുപോലെ കടലകളൊക്കെ വെള്ളത്തിലിടാനായിട്ട് മറക്കാറുണ്ട് അല്ലേ. അപ്പോൾ മറക്കണ ദിവസം നമ്മൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് കടലയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് നമ്മൾ ചൂടുവെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ചൂടുവെള്ളം അത്യാവശ്യം നല്ല ചൂടോടെ വെള്ളം എടുത്തിട്ട് നമ്മൾ കാസറോൾ ഉണ്ടല്ലോ അതിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഈ ഒരു കടല കഴുകിയിട്ട് അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 1/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ വെള്ളം, അതായത് കടല കുതിർന്ന് കിട്ടും കേട്ടോ. അതൊരു ടിപ്പാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ കൂട്ടി കടല വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മറന്നു പോകുന്ന സമയത്ത് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ തലേ ദിവസം രാത്രി തന്നെ വെള്ളമൊക്കെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വയ്ക്കുകയാണ്. രാവിലെ എന്തായാലും കുട്ടികൾക്ക് 7 മണിയാകുമ്പോഴേക്കും ചാരുമോൾക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാവണം. അപ്പോൾ രാവിലെ ഇതിന് നിന്നാൽ ആറാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല, അതായത് വെള്ളം തണുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ തലേ ദിവസം തന്നെ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് വയ്ക്കാം. അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും രാത്രിക്ക് എന്താണ് നാളെ രാവിലത്തേക്കുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് കിടന്നാൽ മതി. പിന്നെ പിറ്റേ ദിവസമേ ഉള്ളൂ കേട്ടോ. നമുക്കിനിയിപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കണ പണിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ നന്നാക്കണം, വൃത്തിയാക്കണം, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. എല്ലാം ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായിട്ട് നല്ല എന്താ പറയുക ഒരു ടെൻഷനും ഇല്ലാണ്ട് എണീക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ഒരു ഓട്ടപ്പാച്ചലിലായിരിക്കും വീട്ടമ്മമാരെല്ലാവരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഒരു ടെൻഷനൊന്നും ഇല്ലാണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല കൂളായിട്ട് നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ഇനിയിപ്പോൾ രാത്രി ഉറങ്ങാം. ഇനിയിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ രാവിലെ ഞാനൊരു 5:45 ആകുമ്പോൾ എണീറ്റ് വന്നു.
അടുക്കളയിലാണ് കേട്ടോ നേരെ പോയത്. അടുക്കളയിൽ പോയിട്ട് കടലയൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ മുൻവശത്തെ വാതിൽ തുറന്നത്. സാധാരണ നമ്മൾ മുൻവശത്തെ വാതിലൊക്കെ തുറന്ന് അങ്ങനെ വരികയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നേരെ അടുക്കളയ്ക്കാണ് കേട്ടോ പോയത്. അപ്പോൾ രാവിലെ എന്തായാലും നേരമൊക്കെ വെളുത്ത് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കടലയൊക്കെ ഒന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടലയൊക്കെ ഒന്ന് വിസിലടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കടലയൊക്കെ ഒന്ന് വേവിച്ച് വെക്കുമ്പോഴത്തേക്കും നമുക്ക് കടലയ്ക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വറുത്തരച്ച തേങ്ങയല്ല വറുത്തരച്ച കടലക്കറിയാണ്. അപ്പോൾ അതിന് ഉള്ള തേങ്ങ ഒന്ന് വറുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇത്തിരി നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കറുവപ്പട്ട, 2 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂണോളം മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചിരവിയെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ തലേദിവസം നമ്മളെല്ലാം ചിരവിയെടുത്തത് കൊണ്ട് തന്നെ അധികം പണിയൊന്നുമില്ല. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ വന്നതും തന്നെ നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിനകത്ത് വെച്ചതെല്ലാം ഒന്ന് പുറത്തെടുത്ത് വയ്ക്കുകയാണ് ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ. നമ്മൾ കുറച്ച് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം എൻ്റെ ഫോണ് ഇന്നലെ രാത്രി ചാർജ് ഇല്ലാണ്ട് ഡെഡായിപ്പോയി. അതായത് ചാർജ് ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ. ഒരു 3% 4%-ത്തിലൊക്കെ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത്. പക്ഷേ ഒരുപാട് അങ്ങോട്ട് എടുക്കാനായിട്ട് ഫോൺ ഉപയോഗിച്ചാൽ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കണത് മുഴുവനായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പുട്ട് ഉണ്ടാക്കിയിരുന്നു രാവിലെ. അരിപ്പുട്ടാണ്. അപ്പോൾ അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും ചാരുമോളും കഴിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ ഉണ്ടാക്കി. ചായ അവിടെ ബാക്കിയുണ്ട്. അങ്ങനെ രാവിലെ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയായിട്ട് 7 മണിയാകുമ്പോഴേക്കും എല്ലാം റെഡിയായി. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ചിട്ടിക്കുട്ടിക്ക് കൊണ്ടുപോകാനുള്ള റൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് അരിയും പരിപ്പും കൂടെ ഞാൻ ഒരുമിച്ച് കഴുകി എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇന്നിപ്പോൾ പരിപ്പ് ചോറ് പോലെ അല്ലെങ്കിൽ തക്കാളി സാദം പോലെ തന്നെയാണ് അതിൻ്റെ കൂടെ പരിപ്പ് ഇടുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിപ്പ് സാദത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ മസാലകളൊക്കെയാണ് ചേർക്കുന്നത്. സാമ്പാർ പൊടി അങ്ങനെയുള്ളതൊക്കെയാണ് ചേർക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളൊരു ടൊമാറ്റോ റൈസ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് പരിപ്പ് ചേർത്തൊന്നേ ഇല്ല കേട്ടോ. ടൊമാറ്റോ റൈസ് ചിട്ടിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞതുകൊണ്ട് തന്നെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്നാണ് അങ്ങനെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു രാവിലെ അരി കഴുകുമ്പോഴാണ് വിചാരിച്ചു കുറച്ച് പരിപ്പും കൂടി ഇടാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പരിപ്പും കൂടെ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ആ പരിപ്പ് ചോറുണ്ടാക്കാനായിട്ട് കുറച്ച് ഓയിലും ഇത്തിരി നെയ്യും കൂടി ഇട്ട് കൊടുത്തു. അതിൽ കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, ഒരു ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കുഞ്ഞതായി അരിഞ്ഞ സവാളയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ നുറുക്കി വെച്ച നമ്മുടെ ക്യാരറ്റും ഇത്തിരി നമ്മൾ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടല എന്ന് പറയുമ്പോൾ നമ്മൾ നിലക്കടല ഉണ്ടല്ലോ അത് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ പുട്ടിന് ഉണ്ടാക്കിയ കുറച്ച് തേങ്ങ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. പുട്ടിൻ്റെ അടുത്ത് തേങ്ങ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഒരു 2 ടീസ്പൂണേ ഉള്ളൂ. ആ ഒരു തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടല, ക്യാരറ്റ്, തേങ്ങ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മുടെ ഈ ഒരു ചോറിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. കറിയും ഒന്നും വേണ്ട കഴിക്കാനായിട്ട്. അപ്പോൾ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലപ്പൊടിൻ്റെ പകരം നമ്മൾ സാമ്പാർ പൊടി ചേർക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പരിപ്പ് സാദത്തിനൊക്കെ നമ്മൾ സാമ്പാർ പൊടിയെ ചേർക്കണം. നമ്മൾ ഇപ്പോൾ തക്കാളി ചോറ് പോലെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഇത്തിരി പരിപ്പ് ചേർത്തൊന്നേ ഉള്ളൂ. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു 3 വിസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു അരിയും പരിപ്പും വെന്ത് കിട്ടും. മസാലകളൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് എയറൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിതാ തുറന്ന് നോക്കുകയാണ്. പരിപ്പ് സാദം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു പരിപ്പും അരിയും ഒക്കെ ചേരുമ്പോൾ നമ്മൾ കടലയും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടലയൊക്കെ കഴിക്കാനായിട്ട് കിട്ടുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ നല്ല പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കില്ലേ. ക്യാരറ്റൊക്കെ അങ്ങനെ കഴിക്കില്ല. പക്ഷേ സൃഷ്ടി ഇവിടെ കഴിക്കും കേട്ടോ. സൃഷ്ടി പച്ചക്കൊക്കെ കഴിക്കുന്നതാണ്. എന്നാലും നമ്മളിങ്ങനെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അത് പ്രത്യേകിച്ച് അവർക്ക് മാറ്റി വെക്കാണ്ട് അങ്ങനെ വയറ്റിനകത്ത് പോകുമല്ലോ.
അപ്പോൾ എന്തായാലും നമ്മുടെ പരിപ്പ് ചോറ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പ്ലേറ്റിലാക്കി നമ്മൾ ടിഫിൻ ബോക്സിലാക്കി കൊടുത്തു. ചിട്ടിക്കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വീടൊക്കെ ഒന്ന് തുടച്ച് വിട്ടതിന് ശേഷം തുണിയൊക്കെ നമ്മൾ കഴുകാനായിട്ട് നിന്നില്ല കേട്ടോ. തുണിയൊക്കെ ഒന്ന് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ സ്കൂളിൽ പോകണം. സൃഷ്ടിയുടെ ബുക്കൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ കുറച്ച് ബുക്കുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാനായിട്ട് പോകണം. ഇന്നിപ്പോൾ സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതൽ വൈകുന്നേരം വരെ സ്കൂളുണ്ട്. 4-ാം തീയതിത്തെ വീഡിയോ ആണ് കേട്ടോ. അത് 3-ാം തീയതിയും 4-ാം തീയതിയും കൂടെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് മുതൽ ചോറ് കൊണ്ടുപോകണം. വൈകുന്നേരം വരെയാണ് സ്കൂള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ബുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ബുക്ക് വാങ്ങിക്കാനായിട്ട് പോകണം ഞാൻ. അപ്പോൾ രാവിലെ സൃഷ്ടി പോകുമ്പോഴത്തേക്കും വീട്ടിലെ പണികളൊക്കെ ഒരുങ്ങി. പിന്നെ അതവിടെ നമ്മുടെ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാ നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേദിവസം ഏട്ടൻ കൊണ്ടുപോയിട്ട് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ ആ ഒരു വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി വെച്ചു. പിന്നെ കുളിയും ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം തന്നെ റെഡിയായിട്ട് നമ്മളിതാ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്കൂളിൽ പോയിട്ട് ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് വരണം. അപ്പോൾ വീട്ടിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ ദിവസം നല്ല വെയിലുണ്ട്. അപ്പോൾ തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ടതാണെങ്കിൽ ഉണങ്ങും. പക്ഷേ എനിക്ക് ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വേഗം സ്കൂളിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് ചിട്ടിക്കുട്ടിൻ്റെ യൂണിഫോം തയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, സ്കൂളിലെ കോട്ട്, അതും കൂടെ വാങ്ങിക്കണം. അപ്പോൾ എല്ലാം കൂടെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളിതാ ഒക്കെ റെഡിയായി നമ്മുടെ വണ്ടിയിലെ ഗ്ലാസ്സിലൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. മുഖമൊക്കെ നോക്കി നന്നായിട്ടുണ്ടോ വൃത്തിയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. കണ്ണാടി കണ്ടാൽ പിന്നെ നമ്മുടെ ഒരു ശരിക്കുള്ള സ്വഭാവം വരുമല്ലോ. അപ്പോൾ അതെന്തായാലും എല്ലാം റെഡിയായി ഞാനിതാ പോവുകയാണ് കേട്ടോ. നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിൽ പോയിട്ട് ഇനി ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് വേണം തിരിച്ച് വരാനായിട്ട് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോയി പിന്നെ അവിടെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്കൂളിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവർ ബില്ലൊക്കെ അടിച്ചിട്ട് അതിന് ശേഷം ഞാനത് ആ ബുക്കൊക്കെ വാങ്ങിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ബുക്കൊക്കെ വാങ്ങിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. എനിക്ക് മടിയുണ്ട്, അപ്പുറത്ത് ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടെ പോയാലും വീഡിയോ എടുക്കാനുള്ള ഒരു മടി കൊണ്ട് പല വീഡിയോസുകളും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ബുക്കൊക്കെ ബില്ല് കൊണ്ടുവന്നത് അവിടെ വന്നിട്ട് ബുക്ക് വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ കുറച്ച് ബുക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി കുറേ മെയിനായിട്ടുള്ള ബുക്കുകളൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ 6-ാം ക്ലാസ്സിൽ ഇവർ CBSE ആണ് കേട്ടോ സൃഷ്ടി പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ NCERTൻ്റെ ബുക്കാണ്. അപ്പോൾ NCERTൻ്റെ മെയിനായിട്ടുള്ള ബുക്കുകളൊന്നും കിട്ടിയിട്ടില്ല. കോപ്പി കാര്യങ്ങൾ, പിന്നെ ഹിന്ദി ടെക്സ്റ്റ്, ഗ്രാമർ ബുക്കുകൾ, കളറിങ്, പിന്നെ കുറച്ച് നോട്ട് ബുക്കുകൾ, അങ്ങനെയൊക്കെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് തന്നെ വലിയൊരു എമൗണ്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബുക്ക് വാങ്ങിക്കുമ്പോൾ ഇനിയിപ്പോൾ വിചാരിച്ച പോലെയല്ല, കയ്യിലൊതുങ്ങില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ബുക്കുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ഇടാനുള്ള ഒരു ചട്ടയുണ്ടല്ലോ, നമ്മൾ കവർ ചെയ്യുന്ന ഒരു സംഭവം, ബ്രൗൺ പേപ്പർ, അതും ഇവിടുത്തെ തന്നെ വേണം കേട്ടോ, നിർബന്ധമാണ്. അപ്പോൾ ഇവർ സ്കൂളിലെ തന്നെ ഇങ്ങനെ എംബ്ലോക്ക് വെച്ചിട്ടുള്ളൊരു കവറാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടുത്തെ തന്നെ ഉപയോഗിക്കണം എന്ന് നിർബന്ധമായതുകൊണ്ട് അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.